കേരള ചരിത്രരചനയ്ക്ക് ഉപാദാനമാക്കാവുന്ന ഏറ്റവും വിലപ്പെട്ട രേഖകളാണ് ശിലാശാസനങ്ങൾ. നമ്മുടെ പൂർവികർക്ക് ചരിത്രമെഴുതി സൂക്ഷിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശാസനപഠനങ്ങൾക്ക് കേരള ചരിത്രത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. പുരാതന പ്രാദേശിക സമിതികളുടെ ഘടന, ക്ഷേത്രഭരണരീതി, ജന്മി-കുടിയാൻ ബന്ധം, വിദ്യാപീഠങ്ങളുടെ പ്രവർത്തനരീതി, നികുതി സമ്പ്രദായം എന്നിവ മനസ്സിലാക്കാൻ ശാസനങ്ങൾ ഉപകരിക്കുന്നു. മിക്ക ശാസനങ്ങളിലും മലയാള ഭാഷയിൽ വട്ടെഴുത്ത് ലിപിയാണ് എഴുതിയിട്ടുള്ളത്. സംസ്കൃത ശാസനങ്ങളും ഉഭയശാസനങ്ങളും അപൂർവമല്ല. കലിവർഷം, കൊല്ലവർഷം, പുതുവൈപ്പ് വർഷം എന്നീ കാലങ്ങളാണ് കേരള ശാസനങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കേരള ചരിത്രത്തിൽ പെരുമാക്കന്മാരെന്ന് അറിയപ്പെടുന്ന കുലശേഖരന്മാരുടെ ഭരണചരിത്രം പുനർനിർമ്മിക്കാൻ സഹായകമായ 160ഓളം ശാസനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രാജശേഖരൻ്റെ വാഴപ്പള്ളി ചെപ്പേടാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ രേഖ. വേണാട്ടു രാജാക്കന്മാരുടെ ശാസനങ്ങൾ AD 9-ാം ശതകം മുതൽക്കേ ലഭ്യമാണ്. അയ്യനടി തിരുവടികളുടെ തരിസാപ്പള്ളി ചെപ്പേടുകൾ ഇതിൽ ആദ്യത്തേതാണ്. ഇളമുറയായ രാമത്തിരുവടി, കോയിൽ അധികാരികളായ വിജയരാഘദേവർ, പുന്നലൈപ്പതി, അറുനൂറ്റവർ, അഞ്ചുവണ്ണം, മണിഗ്രാമം തുടങ്ങിയവയിലെ കച്ചവട പ്രതിനിധികൾ എന്നിവർ ഈ ചെപ്പേടിൽ പരാമൃഷ്ടരായിട്ടുണ്ട്. കൂടാതെ വാഹന നികുതി, രക്ഷാഭോഗം, കോപ്പതവാരം, പതിപ്പതവാരം തുടങ്ങിയ നികുതികളെ സംബന്ധിച്ച വിവരങ്ങളും തരിസാപ്പള്ളി ചെപ്പേട് ഉൾക്കൊള്ളുന്നു. പെരുമ്പട സ്വരൂപത്തിലെ രാജാക്കന്മാരുടെ ശാസനങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണ്. 1225-ലെ സിറിയൻ ക്രിസ്ത്യൻ താമ്രശാസനമാണ് ഇക്കൂട്ടത്തിൽ മുഖ്യം. പുതുവെപ്പ് വർഷം 322-ൽ എഴുതിയ ഒരു രേഖ പാലിയത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. കൊച്ചി രാജാവും ഡച്ചുകാരും തമ്മിലുള്ള കരാറാണ് ഈ രേഖ. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്താൽ ഭാഗികമായി നശിക്കപ്പെട്ട തിരുവഞ്ചിക്കുളം ക്ഷേത്രം രാമവർമ്മയുടെ നിർദ്ദേശമനുസരിച്ച് ഗോവിന്ദൻ എന്ന പാലിയത്തച്ഛൻ പുതുക്കി പണിച്ചതായി പറയുന്നു ഒരു രേഖ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലുണ്ട്. തിരുവനന്തപുരം മതിലകം ഗ്രന്ഥവരികൾ, ഗുരുവായൂർ ക്ഷേത്രരേഖകൾ, തിരുവല്ല ചെപ്പേടുകൾ, വടക്കുംനാഥ ക്ഷേത്ര ശാസനങ്ങൾ, പട്ടാഴി ചെമ്പോലകൾ എന്നിവ കേരള ചരിത്രരചനയ്ക്ക് സഹായകങ്ങളാണ്. ക്രൈസ്തവ, മുസ്ലിം, ജൂത ദേവാലയങ്ങളിലെ രേഖകൾ അവഗണിക്കപ്പെടാവുന്നതല്ല. കടമറ്റത്തെ ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ പഹ്ലവി